ഹായ് ഹലോ എല്ലാവർക്കും AGR ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ചധികം സോപ്പുകളായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കുണ്ടായിരുന്നൊരു ഓർഡറാണ്. യെല്ലോ കളർ സോപ്പാണ് കേട്ടോ വരുന്നത്. നല്ല അടിപൊളിയായിട്ട് എല്ലാ സോപ്പുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സോപ്പ് വരുന്നത് ക്യാരറ്റിൻ്റെ ആണ് കേട്ടോ. ഗ്ലിസറിൻ്റെ ബേസിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇതിൽ കറക്റ്റായിട്ട് മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ക്യാരറ്റിൻ്റെ സോപ്പ് നമുക്ക് ചെയ്യണേന്ന് നോക്കാം. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ ബേസാണ് എടുത്തിരിക്കുന്നത്. ഒരു 1816 ഗ്രാമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 2 കിലോ തികച്ചില്ല. അപ്പോൾ ബേസ് നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് പ്രകാരം ഇത് മെൽറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഓൾറെഡി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ആ ചൂടായിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബേസും കൂടെ കൂടിയിട്ട് ഇറക്കി വെക്കുകയാണ് കേട്ടോ. കുറച്ചധികം ടൈം എടുക്കും ഇത് മെൽറ്റായി കിട്ടാനായിട്ട്. കുറച്ച് അധികം സോപ്പ് ബേസ് ഉണ്ടല്ലോ അതുകൊണ്ട്. അപ്പോൾ അത് അവിടെ ഇരുന്ന് മെൽറ്റ് ആവണ നേരം കൊണ്ട് അതിലോട്ട് വേണ്ടിയിട്ടുള്ള ആ ഒരു കൂട്ട് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 2 ഇടത്തരം ക്യാരറ്റ് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ നമുക്കിത് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലോട്ടിട്ട് അടിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ മിക്സി ചെറുതായിട്ട് അരഞ്ഞു കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ചെയ്യണത്. എന്നിട്ട് ക്യാരറ്റൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് എടുത്തേക്കണതാണ് കേട്ടോ ഈ കാണുന്നത്. ഇനി നല്ലൊരു കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ അരിപ്പയിലോ ഇട്ട് ഇതിൻ്റെ ജ്യൂസ് അരിച്ചെടുത്ത് കഴിയുമ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇതെന്തോരം കിട്ടിയിട്ടുണ്ടെന്നുള്ള മെഷർ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് നമ്മുടെ ബേസിലോട്ട് വേണ്ടിയിട്ടുള്ള ഒരു അളവ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു ക്യാരറ്റിൻ്റെ ജ്യൂസ് മുഴുവനായിട്ടും എടുത്തു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 67 ഗ്രാമിൻ്റെ അടുത്താണ് ക്യാരറ്റിൻ്റെ ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അലോവേരയുടെ എക്സ്ട്രാക്റ്റാണ്. എക്സ്ട്രാക്റ്റ് ഒരു 15 ഗ്രാമിൻ്റെ അടുത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അലോവേരയുടെ എക്സ്ട്രാക്റ്റിന് പകരം നമുക്ക് ക്യാരറ്റിൻ്റെ ജ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ അത് തന്നെ എടുത്താൽ മതിയാകും കേട്ടോ. അതിനുശേഷം ടയർ അമർത്തിയിട്ട് നമ്മളതിലേക്ക് വെജ് ഗ്ലിസറിനാണ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഗ്ലിസറിൻ ബേസാണ് എങ്കിൽ കൂടി കുറച്ച് ഗ്ലിസറിനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 10 ഗ്രാമിൻ്റെ അടുത്ത് ഗ്ലിസറിനും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗ്ലിസറിൻ ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും ടയർ അമർത്തിയിട്ട് നമ്മളതിലോട്ട് വൈറ്റമിൻ ഇയുടെ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓയിൽ ഒരു 3 ഗ്രാമിൻ്റെ അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വൈറ്റമിൻ ഇയുടെ ഓയിൽ ഇനി കയ്യിലില്ല എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല. അതിന് പകരം നമുക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ മേടിക്കാൻ കിട്ടും. അതാണെങ്കിലും ചേർത്താൽ മതി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഞാൻ ആൽമണ്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 5 ഗ്രാമിൻ്റെ അടുത്ത് ആൽമണ്ട് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ബേസിലോട്ട് വേണ്ടിയിട്ടുള്ള കൂട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ടോട്ടൽ എല്ലാം കൂടെ കൂടിയിട്ട് 100 ഗ്രാമാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒന്നും കൂടെ പറയാം. ക്യാരറ്റിൻ്റെ ജ്യൂസ് 67 ഗ്രാം, അലോവേരയുടെ എക്സ്ട്രാക്റ്റ് 15 ഗ്രാം, വെജ് ഗ്ലിസറിൻ 10 ഗ്രാം, അതുപോലെ തന്നെ വൈറ്റമിൻ ഇയുടെ ഓയിൽ 3 ഗ്രാം, ആൽമണ്ട് ഓയിൽ 5 ഗ്രാം. ഇത്രയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 100 ഗ്രാമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ ഐറ്റംസും ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ബേസും നല്ല രീതിയിൽ മെൽറ്റായിട്ടുണ്ട്. ഇനി മെൽറ്റായിരിക്കുന്ന ബേസിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കൂട്ടും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു 2-3 മിനിറ്റൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലോട്ട് കളറുകൾ അങ്ങനെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഈ ഒരു ക്യാരറ്റ് ജ്യൂസിൻ്റെ നാച്ചുറലായിട്ടുള്ള കളറാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഒഴിക്കുമ്പോൾ ഒരു യെല്ലോ കളറിലായിരിക്കും കേട്ടോ കിട്ടുന്നത്. കളർ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലോട്ട് കളറോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. മോൾഡും എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും ഇതുപോലെ സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാ സാധനങ്ങളും അടുത്തെടുത്ത് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. വാങ്ങി വെച്ചതിന് ശേഷം നമുക്കിതിലോട്ട് ഫ്രാഗ്രൻസും അതുപോലെ തന്നെ നമുക്കിപ്പോൾ കളർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഓറഞ്ച് കളറും ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഫ്രാഗ്രൻസ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് മസ്കിൻ്റെ ആണ്. 50 ml ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മളെടുക്കുന്ന ഫ്രാഗ്രൻസ് അതുപോലെ തന്നെ മേടിക്കുന്ന കമ്പനി ഇതൊക്കെ അനുസരിച്ച് ചേർക്കുന്ന അളവിലും വ്യത്യാസം വരും കേട്ടോ. ഫ്രാഗ്രൻസും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് നമ്മൾ പിന്നെ ഒട്ടും സമയം കളയാതെ തന്നെ ചൂടോടുകൂടി തന്നെ ആ ഒരു മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. സിലിക്കൺ മോൾഡാണ്. ഇതിൽ എണ്ണയൊന്നും തടവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ ഇത് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണമെന്നൊക്കെ ചോദിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട്. നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയാകും കേട്ടോ. ഏകദേശം ഒരു 1-1.5 മണിക്കൂറിനുള്ളിൽ തന്നെ സെറ്റായി കിട്ടും. പക്ഷെ ഞാനിത് ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അൺമോൾഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം അതിന് മുകളിൽ റബ്ബിംഗ് ആൽക്കഹോളും കൂടെ സ്പ്രേ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ആ മുകളിൽ വരുന്ന പത പോകാൻ വേണ്ടിയിട്ടാണ് റബ്ബിംഗ് ആൽക്കഹോൾ സ്പ്രേ ചെയ്യുന്നത്. ഇത് ചെയ്തില്ല എന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു പത അതുപോലെ തന്നെ മുകളിൽ കാണുമെന്നുള്ളൂ.
അപ്പോൾ അത് ഞാനിതുപോലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 3 ഓവൽ ഷേപ്പിലുള്ള മോഡിലും പിന്നെ ഒരു പിയേഴ്സിൻ്റെ മോഡിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഏകദേശം ഒരു 80-85 ഗ്രാമൊക്കെ വരുന്ന രീതിയിലാണ് ഈ ഒരു സോപ്പ് വരുന്നത്. ഈ ഒരു ക്യാരറ്റ് സോപ്പിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ കറുത്ത പാടുകൾ അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്നിവ റിഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നല്ലൊരു മോയ്സ്ചറൈസറാണ് ഈ ഡ്രൈ സ്കിന്നുള്ളവർക്കൊക്കെ. അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് ആണ്. വിറ്റാമിൻ എ അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റൊക്കെ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു ക്യാരറ്റിൻ്റെ സോപ്പ്. അങ്ങനത്തെ നമ്മൾ എല്ലാം ഇതുപോലെ മോൾഡിൽ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതുപോലെ ജ്യൂസൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഷെൽഫ് ലൈഫ് ഏകദേശം ഒരു 3 മാസമാണ് പറയുന്നത്. 3 മാസത്തെ പറഞ്ഞാൽ അതിൽ കൂടുതൽ കിട്ടും കേട്ടോ. നമ്മളതിൽ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ഷെൽഫ് ലൈഫിലും വ്യത്യാസം വരും. പിന്നെ അതുപോലെ തന്നെ സോപ്പിന് കട്ടിയില്ല പതയില്ല എന്നൊക്കെ പറയുന്ന കൂട്ടുകാരോട് പറയാനുള്ളത്, മെയിനായിട്ട് നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ് കറക്റ്റായില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സോപ്പ് ബേസിന് ക്വാളിറ്റി ഇല്ലാത്തതാണെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം കണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പം ഏകദേശം ഒരു 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സോപ്പ് നമുക്ക് അൺമോൾഡ് ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനത്തെ നമ്മുടെ സോപ്പുകളൊക്കെ ഇവിടെ സെറ്റ് ആവാനായിട്ട് വെച്ചിട്ട് ഏകദേശം ഒരു 3 മണിക്കൂറിൻ്റെ ഒക്കെ അടുത്തായിട്ടുണ്ട്. എല്ലാ സോപ്പും നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പം നമുക്കിനി ഓരോരോ സോപ്പുകളും അൺമോൾഡ് ചെയ്ത് നോക്കാം കേട്ടോ. കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല കളറിലാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ സോപ്പും അൺമോൾഡ് ചെയ്യാം. ആദ്യത്തെ സോപ്പ് നമ്മൾ ഇവിടെ അൺമോൾഡ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനത്തെ നമ്മുടെ ആദ്യത്തെ സോപ്പ് ഇവിടെ അൺമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ സോപ്പ് വന്നിട്ടുണ്ട്. നല്ല ഗ്ലാസ് മാതിരി വന്നിട്ടുണ്ട്. നല്ല തിക്നെസ്സും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത രണ്ടാമത്തെ സോപ്പും ഇവിടെ അൺമോൾഡ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് എന്തെങ്കിലും ഒരു ബിസിനസ്സൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ടാകും. അപ്പോൾ ഇതുപോലെ സോപ്പ് മേക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ, പലർക്കും പല രീതിയിലുള്ള ഇഷ്ടങ്ങളാണല്ലോ, എല്ലാവർക്കും ഈ സോപ്പ് മേക്കിംഗ് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ബിഗിനറൊക്കെ ആണെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ എടുത്തിട്ട് ഒരു 100 ഗ്രാമോ അല്ലെങ്കിൽ 200 ഗ്രാമോ ബേസിലൊക്കെ ചെയ്ത് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്ത് നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് കിട്ടുമ്പോൾ ഇതുപോലെ ക്വാണ്ടിറ്റിയൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നതൊക്കെയാണ്. പിന്നെ നമ്മൾ എപ്പോഴും സോപ്പൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ പുറത്തോട്ടൊക്കെ സെയിൽ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അതിൻ്റെ pHും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെ വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ എല്ലാ സോപ്പുകളും ഇവിടെ അൺമോൾഡ് ചെയ്ത് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സോപ്പ് കാണാനും മാത്രമല്ല ഉപയോഗത്തിലും നല്ല റിസൾട്ടുള്ള സോപ്പാണ്. അപ്പോൾ ഇത് നമ്മുടെ ഏകദേശം ഒരു 80-85 ഗ്രാമൊക്കെയാണ് കേട്ടോ ഈ ഒരു സോപ്പ് വരുന്നത്. നമുക്ക് ഈ ഗ്ലിസറിൻ ബേസിന് പകരം ഗോട്ട് മിൽക്കിൻ്റെ ബേസിലോ ഷിയ ബട്ടറിൻ്റെ ബേസിലൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അന്നേരം ചെയ്യുമ്പോൾ കളറിലൊരു ചേഞ്ച് ഉണ്ടാവുന്ന മാത്രമേ വ്യത്യാസമുള്ളൂ. കളർ ചേർക്കണമെന്നുള്ളവർക്കാണെങ്കിൽ ഓറഞ്ച് കളറും കൂടെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കളറൊന്നും ചേർക്കാതെ തികച്ചും ആ ഒരു ക്യാരറ്റിൻ്റെ നാച്ചുറലായിട്ടുള്ള കളർ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സോപ്പ് കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. നിങ്ങൾക്കും കൂടെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ ഇടുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും കൂടെ ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ഷാമ്പൂ, ഫേസ് വാഷിൻ്റെ മെറ്റീരിയൽസൊക്കെ അവൈലബിൾ ആണ്. പോസ്റ്റ് വഴിയും അതുപോലെ തന്നെ DTDC വഴിയാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. കോള് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി ഇതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ എടുത്തിരിക്കുന്ന ജ്യൂസ് അതുപോലെ തന്നെ വെജ് ഗ്ലിസറിൻ, വൈറ്റമിൻ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് 100 ml വരുന്നത്. ഇതിൽ ചേർക്കുന്ന ഫ്രാഗ്രൻസ് ഓയിൽ എക്സ്ട്രാ വരും കേട്ടോ. ഈ ഒരു 100 ml ഇൻക്ലൂഡ് ആകത്തില്ല. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടാതെ തന്നെ ലൈക്കും ചെയ്ത് അതുപോലെ തന്നെ ഹൈപ്പും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.